നിരന്തരം വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഇപ്പോഴിതാ യുദ്ധക്കപ്പലുകൾ അമേരിക്ക വെനിസ്വേലയിലേക്ക് നീക്കിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രസിഡന്റായിട്ടുള്ള നിക്കോളാസ് മഡൂറയ്ക്ക് മേലുള്ള സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി USS ഗ്രേവ്ലി എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറിനെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. കൂടാതെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡറും വെനിസ്വേലയിലേക്ക് നീങ്ങുന്നു. തൻ്റെ രാജ്യത്തിനെതിരെ പുതിയൊരു യുദ്ധം ആരംഭിക്കാനുള്ള US സർക്കാരിൻ്റെ ശ്രമമാണിതെന്ന് മഡൂറോ വിമർശിക്കുന്നു. ട്രെൻ ഡി അറാഗ്വ എന്ന സംഘടിത കുറ്റകൃത്യ സംഘത്തിൻ്റെ നേതാവാണ് മഡൂറോ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെളിവുകളില്ലാതെ ആരോപിക്കുന്നതും ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളൊരു ചോദ്യം ലോകരാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഉദ്യോഗസ്ഥരും അമേരിക്കയും വ്യാഴാഴ്ച വരെ പരിശീലനത്തിനായി വലിയ യുദ്ധക്കപ്പൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. യുദ്ധക്കപ്പൽ അയക്കാനുള്ള തീരുമാനം അടുത്തിടെ എടുത്തതാണെന്ന് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വെനിസ്വേലിയൻ ജലാശയങ്ങളിലെ US സൈനിക സാന്നിധ്യങ്ങളെയും മയക്കുമരുന്ന് കള്ളക്കടത്ത് ബോട്ടുകളിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നതിനെയും ശക്തമായ പിന്തുണക്കാരായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസറിനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും വിവാദത്തിന് കാരണം മയക്കുമരുന്ന് കടത്തിൻ്റെ കേന്ദ്രമാണ് ഈ വെനിസ്വേല എന്നറിയപ്പെടുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെനിസ്വേലയിൽ വലിയ എണ്ണ ശേഖരമുണ്ട്. ആ എണ്ണ ശേഖരം ഡൊണാൾഡ് ട്രംപിന് വേണം. അതുകൊണ്ട് വെനിസ്വേല മയക്കുമരുന്ന് കടത്തുകാരാണെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം വെനിസ്വേലയെ സമ്മർദ്ദത്തിലാക്കി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരീബിയൻ പ്രദേശത്ത് US സേനയെ വിന്യസിച്ചുകൊണ്ട് ഇതുവരെ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് ദൗത്യം ഞങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞ് വെനിസ്വേലയിലെ പല ബോട്ടുകളും ഡൊണാൾഡ് ട്രംപ് നിരന്തരം ബോംബിടുകയും വെടിവെച്ച് തകർക്കുകയും മുക്കുകയും ചെയ്യുകയാണെന്നുള്ളത് വേറൊരു കാര്യം. 25, 26 ഏകദേശം ഒരു 30 അനൗദ്യോഗികമായിട്ടുള്ള ആൾക്കാരാണ് ഇതുവരെ മരണപ്പെട്ടത് എന്നുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.